ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് ഞങ്ങളുടെ ടൗണിൽ നടന്ന ഒരു പപ്പറ്റ് ഷോയാണ്, ലഹരിക്കെതിരെയുള്ള. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അത് വളരെ ശരിയാണ് സത്യ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജനസൗഹൃദ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഇന്ന് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യം വന്നിട്ടുണ്ട്. ഇതിനായി കേരള സർക്കാർ വിമുക്തി എന്ന പേരിൽ ഒരു ലഹരി വർജന മിഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾപ്പെടുത്തി വിമുക്തി സേന രൂപീകരിച്ച് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം, കൗൺസിലിംഗ് സെന്റർ, സാമൂഹിക വിദ്യാഭ്യാസ നടത്തി വരുത്തുന്നുണ്ട്. അതേതായാലും നന്നായി സാറേ. ഈ പ്രവർത്തനങ്ങളിൽ കുട്ടികളെയും അവരൊന്നും അറിഞ്ഞിരിക്കുമല്ലോ. അതെ, വരും തലമുറ ലഹരിയുടെ പിടിയിൽ പെടില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് പറയാനും മറന്നുപോയി സാറേ. എന്റെ ഭാര്യ ഇവിടെ പ്രസവത്തിന് കിട്ടിയിരിക്കുക. എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകും സാറേ. ഓ ശരി, എല്ലാം നന്നായി വരും സത്യ. എനിക്കല്പം ധൃതിയുണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ. ശരി സാറേ. ഭാര്യ കുഞ്ഞോട്ട് ഞാനൊരു സാധനക്കണം വരുന്നുണ്ട്. ആ ശരി സത്യ. സിസ്റ്റർ, സത്യ ചെറുപ്പം മുതലുള്ള തൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ഇതിന് കാരണം. നാം കേട്ടിട്ടില്ലേ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവരുടെ തലമുറയെ കൂടി ബാധിക്കുമെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവമേ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടും ഈ മയക്കുമരുന്നിന്റെ ശാപം എന്നെ പിന്തുടരുകയാണോ?